സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഉപ്പേരിയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇത് സിമ്പിളായിട്ട് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. ഇത് പലതരത്തിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 1/2 കപ്പാണ്, അതുകൊണ്ടാണ് 3 കപ്പ് എടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു, 1 ടീസ്പൂൺ ജീരകം ചേർത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇതിൻ്റെ കൂടെ അല്പം കസ്തൂരി മേത്തിയും കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഇവിടെ എൻ്റെ കയ്യിലിരുന്നത് കേടായിപ്പോയി, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് വിസ്ക് കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കാനെടുത്തപ്പോഴേ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. അമ്മ ഞങ്ങളെ 2 മാസം മുമ്പ് വിട്ടുപോയി. അമ്മയോട് എന്തെങ്കിലും വേണമെന്ന് പറയുന്നതിന് മുമ്പ് അത് ഉണ്ടാക്കി കഴിയും. അത്രയ്ക്ക് സ്പീഡിൽ ചെയ്തു തരും. അതുപോലെ പണ്ടൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരാൾ കുഴയ്ക്കും, ഒരാളത് ഉരുട്ടി വെക്കും, ഒരാൾ പരത്തും, അതുപോലെ ഒരാൾ കട്ട് ചെയ്യാനും ഉണ്ടാവും, പിന്നെ വറുത്ത് കോരാനാൾ. ഞങ്ങളും കൂടും കട്ട് ചെയ്ത് കൊടുക്കാനും ഒക്കെ. അതൊക്കെ അന്നത്തെ ഒരു കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ ഇങ്ങനെ വരികയാണ് എനിക്ക്. നന്നായിട്ടിതൊന്ന് കുഴച്ച് ഉരുട്ടി കഴിഞ്ഞു. ഇനി ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാം. ആ മാവ് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിരുന്നു. എന്നിട്ട് അത് പൊടിക്കകത്ത് മുക്കി തന്നെ അത് പരത്തുന്നത്. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇച്ചിരി വലുതായിട്ട് പരത്തിയെടുക്കണം. ഒരുപാടങ്ങ് കട്ടിയാവരുത്, തീരെ അങ്ങ് ലോലോ ആകണ്ട. ഒരു ശകലം, ഒരുപാട് കട്ടി വേണ്ട, എന്നാലും ഒരു ഏകദേശം ചപ്പാത്തി പരുവം തന്നെ മതി. ഒന്ന് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് കീറിയതിന് ശേഷം നീളത്തി കീറിയിട്ട് അത് ക്രോസിന് കട്ട് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഡയമണ്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു ട്രിപ്പ് ഞാൻ വറുത്ത് കോരി കഴിഞ്ഞു, ബാക്കി ഞാൻ ഇടുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വറുത്ത് കോരണം. ഒരുപാടങ്ങ് ലോ ആയി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും, അല്ലെങ്കിൽ ഇത് ചിലപ്പം മൂക്കാതെ ഇരിക്കും, ഉള്ളു മൂക്കാതെ വഴന്ന് വരും. അതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്ത് കോരുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയൊന്ന് കൊടുക്കുക. ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കറമുറ തിന്നാനായിട്ട് നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാകും. ഇത് പലതരത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഉപ്പൊന്നും അധികം ചേർക്കാതെ നമ്മൾ വറുത്ത് കോരിയിട്ട് പഞ്ചസാര പാവ് കാച്ചിയെടുക്കാം. പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇത് പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.